വെൽക്കം ടു ദ വെരി ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് മെയിൻ ക്യാരക്ടർ സീസൺ 2. അപ്പോൾ മെയിൻ ക്യാരക്ടർ ഫസ്റ്റ് സീസണിൻ്റെ എൻഡിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 ഗസ്റ്റുകളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പല്ലോട്ടി 90s കിഡ്സിലെ 2 അമ്മമാർ. വെൽക്കം ചേച്ചി. താങ്ക് യു. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ ആദ്യം പറയണോ? പല്ലുട്ടിയുടെ വിശേഷങ്ങൾ. പല്ലോട്ടിയുടെ പുതിയ വിശേഷങ്ങളാണ് ആദ്യം പറയുന്നത്. പല്ലുട്ടിയുടെ പുതിയ വിശേഷം പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ജിതിൻ ബ്രോ, അതുപോലെ അബൂക്ക, അടിപൊളി. പല്ലുട്ടിയുടെ പുതിയ വിശേഷം ഇപ്പോൾ 4ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല വിജയം ലഭിച്ചുകൊണ്ട് 4ാമത്തെ ആഴ്ചയിലേക്ക് തിയേറ്ററിൽ സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് പല്ലുട്ടിയുടെ ഏറ്റവും പുതിയ വിശേഷം. പല്ലുട്ടി തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത്. നമ്മുടെ പടം അത്രയും നന്നായിട്ട് കയറി, നന്നായിട്ട് എല്ലാവരും കണ്ടു, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് തന്നെയാണ് ഏറ്റവും ഇപ്പോഴത്തെ സന്തോഷകരമായ വിശേഷം. ഡയറക്ടർ ജിതിൻ, ഷാരോൺ, രോഹിത്, പിന്നെ അബൂക്ക, എൻ്റെ ടീം എല്ലാവരും, ദീപക് എല്ലാവരോടും ഞാൻ താങ്ക്ഫുൾ ആണ്. ഞങ്ങൾ പിന്നെ ഇനി അവർക്ക് ഒരുപാട് പടങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, അതിലൊക്കെ ഞങ്ങളെ വിളിക്കട്ടെ. ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ. അപ്പം ഈ 90s കിഡ്സ് എന്ന് പറയുന്ന സിനിമ 90s കിഡ്സിൻ്റെ പഴയകാല ഓർമ്മകളെ നമ്മുടെ സ്മരണയിൽ കൊണ്ടുവരുന്ന ഒരു സിനിമയാണല്ലോ. അപ്പം ഐ ഗസ് നിങ്ങൾ 90s കിഡ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ല, പ്രായം. അപ്പം എനിക്ക് അറിയേണ്ടത് ഈ 90s കാലഘട്ടം പറയുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള ഒരു മെമ്മറി എന്താണ്? ശരിക്കും രണ്ടുപേരും പറയണം. മെമ്മറികളൊക്കെ നല്ലോണം ഉണ്ട്. അതെ, 90s ആ ഒരു നമ്മുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എനിക്കൊരു മറ്റേ ഹനുമാനൊക്കെയാണ് നമ്മുടെ ടീമില് മനോജവം ആ പാട്ട്, അല്ലെങ്കിൽ ചിത്രഗീതം, പ്രതികരണം, ഇങ്ങനത്തെ ഒക്കെ പരിപാടി. പിന്നെ നമ്മളെ സ്കൂൾ കാലഘട്ടം നടന്നിട്ട് പോവുക, വഴിയിലുള്ള പുളിയും നെല്ലിക്കൊക്കെ പറിക്കുക, ആ വീട്ടിലുള്ളവരെ ചീത്ത മുഴുവൻ വാങ്ങിക്കൂട്ടുക, എന്നിട്ട് ഓടുക, അങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ 90s ഓർമ്മ. അതെ, ആ പ്രായത്തിലുള്ള പിള്ളേർ, അല്ലെങ്കിൽ ആ സമയത്തുള്ള പിള്ളേർക്കെല്ലാം മരം കയറാൻ അറിയാം, അത്യാവശ്യം പാട്ട് പാടാൻ അറിയാം, വെറുതെ പദ്യം ചൊല്ലി പഠിക്കണല്ലോ, അങ്ങനെ അറിയാം. അങ്ങനെ ഒരുപാട് ഗ്രാമത്തിൽ തന്നെയാണ് ഞാൻ വളർന്നത്. അപ്പൊ അതിൻ്റെതായ എല്ലാ കളികളും തരികിടകളും ആസ്വദിച്ച് കണ്ടും എല്ലാം വളർന്നു. ആണല്ലേ. അപ്പം ഞാൻ അജു ചേച്ചിയിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ കണ്ണന്റെ അമ്മയുടെ ക്യാരക്ടറാണ് സിനിമയിൽ ചെയ്തേക്കുന്നത്. അപ്പം പ്രായത്തേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കുന്ന ഒരു കഥാപാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലടാ, അത് ചെയ്യുമ്പോ ആക്ച്വലി എന്റെ മോനിപ്പോ 5th 6th, അപ്പം പ്രായത്തില് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു ടോൺ അവർ മാറ്റുമ്പോ, അതെ, അത് നന്നായിട്ട് ഇങ്ങനെ ഡാർക്ക് അടിച്ച് ചെയ്യും. അപ്പൊ ഇത് ചെയ്യുമ്പോഴൊക്കെ സ്വാമി നരസിംഹ സ്വാമിയാണ് നമ്മുടെ മേക്കപ്പ് മാൻ. അപ്പൊ പുള്ളി ഇങ്ങനെ കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം കുറച്ച് ദൂരം പോയി നിന്നിട്ട് ഇങ്ങനെ സെറ്റായില്ല, ഒന്നുകൂടി അടിക്കും. അവസാനം ഞാൻ എന്റെ പൊന്നുമനുഷ്യ ആ കൂളിംഗ് ഗ്ലാസ് ഊരി വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്ക്. അപ്പൊ സ്വാമിയാണെങ്കിൽ ഫുൾ ടൈം കൂളിംഗ് ഗ്ലാസ് ഇത് വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇനി അതിന്റെ കറുപ്പും കൂടി നിങ്ങൾ അതൊന്ന് അഴിച്ചു വെച്ചിട്ട്. അല്ല, ഞാൻ ചുമ്മാ കളിയാക്കിട്ട് പറയുന്നതാണ്. പുള്ളിക്ക് അത് കറക്റ്റ് അറിയാലോ, എന്ത് ഗ്ലാസ് വെച്ചാലും ഇല്ലെങ്കിലും ആൾക്കത് കറക്റ്റ് നോക്കുമ്പം എവിടെയാണ് എന്താണ് വേണ്ടതെന്ന്, അതാണല്ലോ അവരെ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിനകത്ത് മൈന്യൂട്ടായിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ. ആ ചെരുപ്പ് കൊണ്ട് കൊടുക്കുന്ന സമയത്താണെങ്കിലും, കണ്ണൻ അവല് കഴിക്കുന്ന സമയത്താണെങ്കിലും, അമ്മുമ്മ ദോശ ഉണ്ടാക്കി കൊടുക്കുന്ന ആ മാവ്. അപ്പം ആക്ച്വലി ഒരു സിംഗിൾ പാരന്റിന്റെ കഷ്ടം എന്താണെന്നുള്ളത് ശരിക്കും ആ ക്യാരക്ടർ കൊണ്ട് ഈ സിനിമയിൽ റിവീൽ ആയിട്ടുണ്ട്. മനസ്സിൽ ഭയങ്കര ദുഃഖമുണ്ടെങ്കിലും അത് പുറത്ത് പറയാൻ പറ്റാതെ അത് കൂടെയുള്ളവരെ ബാധിക്കും എന്ന് വിചാരിച്ച് ഉള്ളിൽ ഒതുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടർ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്? അങ്ങനെ ഒരു പ്രിപ്പറേഷൻ്റെ കാര്യം ഇപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ, ഇപ്പം ഞങ്ങളുടെയൊക്കെ പാരൻസ് ഇപ്പം സിംഗിൾ പാരൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും, ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും അവർക്കൊക്കെ ആ സമയത്ത് 90s അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്ത് അവർക്കൊക്കെ ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ട്. ഞാനൊന്നും അങ്ങനെ ഭയങ്കര ഹൈ സെറ്റപ്പ് ഫാമിലിയിലൊന്നും ഇല്ല, സാധാ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ, ഇപ്പം അച്ഛനുണ്ടെങ്കിൽ പോലും അച്ഛൻ്റെ കഷ്ടപ്പാടും അമ്മേൻ്റെ കഷ്ടപ്പാടും ഒക്കെ കണ്ടു തന്നെയാണ് ഞങ്ങളും വളർന്നത്. അതുകൊണ്ട് പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമുണ്ടായില്ല. ഇത്രയും ദാരിദ്ര്യം ഇല്ലെങ്കിലും ഇതിൻ്റെ അടുത്തൊക്കെ ഏകദേശം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നാലും ആ ഒരു അത് നമ്മൾ കൺവേ ചെയ്യാന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ. നമുക്ക് ഡയലോഗ്സ് ഇല്ല, നമ്മൾ എക്സ്പ്രഷനിലൂടെ അത് ചെയ്യണം. അപ്പം ആസ് എൻ ആക്ടർ എന്തെങ്കിലുമൊക്കെ ഒരു പ്രിപ്പറേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് അറിയാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഇതിൽ അങ്ങനെ ഒരു പ്രിപ്പറേഷൻസ് ഒന്നും എടുക്കാറില്ല. പിന്നെ വെച്ചാല് എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയല്ല, ഞാൻ ഈ സിനിമയിലല്ല പറയുന്നത്, നമ്മുടെ ആദ്യത്തെ സിനിമ തിങ്കളാഴ്ച നിശ്ചയമായിരുന്നു. അപ്പൊ അതിന്റെ ഓഡീഷന് വിളിക്കുമ്പോ
എന്താണ് ഓഡിയേഷൻ അറിയാണ്ട് ഓഡിയേഷന് പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് കാസ്റ്റിംഗ് ഡയറക്ടർ അബു വളയംകുളം. അപ്പൊ അബൂക്കനെ വിളിച്ചിട്ട് ഞാൻ അബൂക്ക ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം, പോണോ? അപ്പൊ അബൂക്ക എടി ഞാനിവിടെ പനമ്പള്ളി നഗറിലുണ്ട്, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. എനിക്കൊന്ന് അബൂക്കന്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഷാഹിദ്, അബൂക്കന്റെ ശിഷ്യനാണ് ഞങ്ങളുടെ ഫ്രണ്ട് ഷാഹിദ്. അപ്പൊ അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നു, 1-2 സ്ക്രിപ്റ്റ് പോലെ എഴുതി തരുന്നു, എന്നിട്ട് അത് ചെയ്യിക്കുന്നു. പറഞ്ഞു എന്നോടൊന്നും ഒരു കുഴപ്പമില്ല, ഇതുപോലെ നീ അങ്ങ് പോയി ഓഡീഷന് ചെയ്താൽ മതി. ആക്ച്വലി അതാണ് എൻ്റെ ധൈര്യം. അബൂക്കനെ പോലെയുള്ള ഒരാള് നിനക്കത് പറ്റും എന്ന് പറയുമ്പോൾ ശരിയാണ്. അബൂക്ക ഇത്രയും ആൾക്കാർ ട്രെയിൻ ചെയ്യുന്ന ഒരു ട്രെയിനിങ്, അതായത് ആക്ടിങ് വർക്ക്ഷോപ്പ് ആഴ്ചക്കാഴ്ചക്ക് നടത്തുന്ന ഒരാളാണ് അബൂക്ക. അപ്പൊ അബൂക്കനെ പോലത്തെ ഒരാൾ പറയുമ്പോൾ നിന്റെ ഉള്ളിൽ അത് ഉണ്ട് എന്ന് പറയുമ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ്. പിന്നെ ഡയറക്ടർ ജിതിൻ ഇപ്പം തിങ്കളാഴ്ച നിശ്ചയത്തിലാണെങ്കിൽ സെന്ന സാറ്, അതുപോലെ ഇത് പല്ലോട്ടിയിലാണെങ്കിൽ ജിതിൻ, അവർക്കറിയാം നമ്മുടെ അടുത്ത് നിന്ന് എന്താണ് ഔട്ട് വേണ്ടതെന്ന് നമ്മളെക്കാളും 100% അവർക്കറിയാം. അപ്പൊ അവർ പറയും ഇതാണ് നമുക്ക് വേണ്ടത്, ഈ മീറ്ററിലാണ് വേണ്ടതെന്ന് പറയും. ഓക്കെ, അത് ഓക്കെ അല്ലെങ്കിൽ അവർ പറയും അത് ഓക്കെ അല്ല, ഒന്നും കൂടി നോക്കിക്കോളൂ എന്ന് പറയും. പക്ഷെ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ആണെങ്കിൽ ശരി, റിയാക്ഷൻസ് ആണെങ്കിൽ ശരി, അത് അത്രമാത്രം റിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജിതിൻ ഏറ്റവും അത് ഡയറക്ടർ തന്നെയാണ്. ഓക്കെ. അതുപോലെ അനുപ്രഭ ചേച്ചിയിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഉണ്ണിയും അമ്മയും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി, അവർ തമ്മിലുള്ള കോമ്പിനേഷൻസിൽ എപ്പോഴും ഒരു ക്യൂട്ട്നെസ് ഉണ്ട് ഇല്ലേ? അതായത് നീരജ് ചെയ്ത ആ ക്യാരക്ടർ ആണെങ്കിൽ തന്നെ വളരെ ക്യൂട്ട്. ഇപ്പൊ കണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വികൃതികളുള്ള, പക്ഷെ പ്യൂർലി വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു കഥാപാത്രമാണ് നമ്മുടെ നീരജ് അവതരിപ്പിച്ച കഥാപാത്രം. ആ കഥാപാത്രത്തിന്റെ അമ്മയ്ക്കും ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഡയറക്ടർ നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ, അതോ ചേച്ചി കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യമാണോ? അങ്ങനല്ല, ജിതിൻ പറഞ്ഞു തന്നിരുന്നു ഇങ്ങനെയാണ് അവസ്ഥ, വീട്ടിലെ അവസ്ഥ ഇങ്ങനെയാണ്, മകനാണ്. അനുപ്രഭയുടെ റിയൽ ക്യാരക്ടറേ അല്ല, ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള അമ്മയാണെന്ന് ജിതിൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഏകദേശം പറഞ്ഞു തന്നായിരുന്നു. ഇന്നസെന്റ് ആണ്, കാര്യങ്ങളാണ്. അപ്പൊ നാട്ടുപ്രദേശത്തുള്ള സ്ത്രീകൾ പെരുമാറുന്ന പോലെ ആയിരിക്കണം, ഒരു മകനെ നന്നായി ടേക്ക് കെയർ ചെയ്യാൻ, അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ ഒക്കെ ആദ്യം തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് ക്യാരക്ടർ, നിനക്ക് ചെയ്യാൻ ഇത്. അപ്പൊ ഓഡിഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഓഡിഷൻ അപ്പൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് ഇതിന്റെ അടുത്ത് എത്തുന്നത്. പുള്ളി കണ്ടിട്ടാണ്, പിന്നെ ഞാൻ ഷൂട്ടിങ്ങിന്റെ ദിവസമാണ്, എനിക്ക് ഷൂട്ടുള്ള സമയമാണ് ഞാൻ ഡയറക്ടർ കാണുന്നത് പോലും. അങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെ ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാ, കറക്റ്റാണ്. അവന്റെ സംസാരം എല്ലാം ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മുളക്കൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമായിട്ടുള്ള ശരിക്കും. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ നമ്മൾ ഒരാളെ കൂടെ അഭിനയിക്കുകയാണെങ്കിൽ ഇവന്റേക്കല്ലേ അവൻ അങ്ങനെയാണ്. അപ്പൊ ഞാൻ അപ്പൊ നമുക്ക് ഭയങ്കര രസമായിരുന്നു അത്. ഓഫ് ദ സ്ക്രീനും അങ്ങനെ തന്നെ, അതെ പിള്ളേരൊക്കെ അങ്ങനെ തന്നെ നമ്മളായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. പെട്ടെന്ന് നമ്മള് അടുപ്പായി എല്ലാം. അങ്ങനെയൊന്നും ഒരു ഷോട്ട് എടുക്കുമ്പോ തന്നെ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സിനെ പോലെ അങ്ങനെയായിരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ എനിക്കിപ്പോ ഞാൻ ലൊക്കേഷനിൽ പോയപ്പോ ഡാവിഞ്ചിന്റെ അടുത്ത് എടാ അതാണ് നിന്റെ അമ്മ, അവനെ മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു ആദ്യത്തെ ദിവസം. അപ്പൊ ഞാൻ ഇവന്റെ കൂടെ ഞാൻ എങ്ങനെ സിംഗ്, അപ്പം ജിതിൻ എന്നോട് കുഞ്ഞല്ലേ അപ്പൊ അതിന്റെ. പക്ഷെ രണ്ടാമത്തെ ദിവസം മുതൽ ഒരു 4-5 ദിവസമേ ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അവൻ എന്റെ മടി തന്നെയായിരുന്നു ഫുൾ ടൈം, ഇങ്ങനെ ഓടി വരും, കയറിയിരിക്കും. അപ്പൊ ഇങ്ങനെ പുറത്തൊക്കെ പോയി അവർ മാങ്ങയൊക്കെ പൊട്ടിക്കാൻ പോയി, മാങ്ങയൊക്കെ പൊട്ടിച്ച് ഞങ്ങൾക്ക് കൊണ്ടുതരും. അങ്ങനെ രണ്ടാമത്തെ ദിവസം മുതൽ ഭയങ്കരമായിട്ട് ജെല്ലാണല്ലേ. അപ്പൊ ഞാൻ ഒന്ന് റീവൈൻഡ് ചെയ്യണേ, പല്ലോട്ടി സിനിമയിലേക്ക് നിങ്ങൾ രണ്ടുപേരും എത്തിപ്പെടുന്ന എൻറ്റയർ പ്രോസസ് ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഓഡീഷൻ, അതായത് കാസ്റ്റിംഗ് കോൾ കണ്ടിട്ടുണ്ടായിരുന്നു, പല്ലോട്ടിയുടെ കാസ്റ്റിംഗ് കോൾ കണ്ട് ഫോട്ടോ അയച്ചു. അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അബൂക്കയാണെന്ന്. അപ്പൊ തന്നെ ഞാൻ ഫോട്ടോ അയച്ചതിന് ശേഷമാണ് അത് അറിഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ അബൂക്കനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അബൂക്ക ഞാനിങ്ങനെ അയച്ചിട്ടുണ്ട്. അബൂക്കനെ എന്നെ ഒന്നിനും പ്രതീക്ഷിക്കേണ്ട, അവര് നിന്നെ സെലക്ട് ചെയ്യുവാണെങ്കിൽ മാത്രം, അതായത് ഒരു ഫൈനൽ 3-ലെങ്കിലും നീ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അല്ലാണ്ട് ഞാൻ പറയൂല, എനിക്കത് പറ്റൂല, അവര് സെലക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്താണ് തിങ്കളാഴ്ച നിശ്ചയം IFFKയില് ഇതുണ്ടായിരുന്നു, പ്രിവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ എഡിറ്റർ രോഹിത് അല്ലെ, എഡിറ്റർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവനാണ് പിന്നെ എനിക്ക് ഓഡീഷൻ വെച്ചില്ലായിരുന്നു. തിങ്കളാഴ്ച നിശ്ചയം കണ്ടത് കൊണ്ട് പിന്നെ ഓഡീഷൻ ഒന്നും ചെയ്തില്ല. ജിതിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പല്ലോട്ടി ഒന്ന് ഷോർട്ട് ഫിലിം കാണൂ ചേച്ചി, എന്നിട്ട് തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞു. ഇന്നാണോ എന്താണെന്ന് ചേച്ചിക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ അത് പറയുമെന്ന് പറഞ്ഞു. പല്ലോട്ടി ഷോർട്ട് ഫിലിം കണ്ടു. അപ്പം തന്നെ തിരിച്ച് ഞാൻ ജിതിനെ വിളിച്ചു, എന്ത് ക്യാരക്ടർ ആണെങ്കിലും
ഓക്കെയാണ്, ഞാൻ ചെയ്യാം. എന്നുവെച്ചാൽ അത്രയും രസമായിട്ട് ആ ഷോർട്ട് ഫിലിം അവർ അന്ന് ഈ കണ്ണനും ഡാവിഞ്ചിയും ഉണ്ണിക്കുട്ടനും കണ്ണനും തന്നെയാണ് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഷോർട്ട്. പക്ഷെ അന്ന് അവർ ഭയങ്കര കുഞ്ഞായിരുന്നു, ചെറിയ മക്കളായിരുന്നു. എനിക്കൊന്ന് 1ാം ക്ലാസ്സിലോ അങ്ങനെ എന്തോ പഠിക്കുന്നായിരുന്നു. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഓക്കെ, ഇത് സിനിമ ആവുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഭാഗമാവണമെന്ന് നമുക്ക് എല്ലാവർക്കും, സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് അത്. ഒബ്വിയസ്ലി അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇന്നാവുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു ഓഡിഷൻ വരുന്നു. അപ്പോൾ അബൊക്കെയാണ് ഓഡിഷൻ ചെയ്യുന്നത്. കൊടുത്തു. അപ്പോൾ ലാസ്റ്റ് വരെ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. നോക്കാം നിനക്ക് കിട്ടുമെങ്കിൽ കിട്ടും, അതൊക്കെ അവരുടെ ടീം പറയുന്ന പോലെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. ലാസ്റ്റ് ഞാൻ അബുക്കനെ വിളിച്ചു, അബുക്കെ എന്തെങ്കിലും ആയോ, എനിക്ക് ടെൻഷൻ ഉണ്ട് അറിയാന്ന് പറഞ്ഞു. അത് അവർ വിളിച്ച് പറയും, എന്നോടൊന്നും ചോദിക്കണ്ട. അവര് കറക്റ്റ് അവിടെ നിന്ന് വിളി വന്നു. അങ്ങനെയാണ് പാലക്കാട് കൊല്ലംകോട്. ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ പിള്ളേരുടെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ അന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ മനസ്സിലാവുന്നില്ല, അത്രയും കുഞ്ഞായിരുന്നു ഷോർട്ട് ഫിലിമിൽ അല്ലേ. അല്ലേ, ഡാവുനെ കണ്ട മുടിയിലേക്ക് കുറച്ചെങ്കിലും മനസ്സിലാവും, നിരജന ഒട്ടും മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ നല്ല പടത്തിൽ ചെയ്യാൻ പറ്റി, നല്ല ക്യാരക്ടർ കിട്ടി, അതിന് ഭയങ്കര സന്തോഷത്തിലാണ്. ഓക്കെ, അപ്പം പല്ലോട്ടി നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സിനിമയാണെന്ന് അറിയാം. അപ്പം മുമ്പുള്ള കോൺവെർസേഷൻസിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇത് പണ്ട് മുതൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് ഒരുപാട് പ്രോസസ്സിന് ശേഷമാണ് ഇതൊരു റിലീസിന് വേണ്ടി വരുന്നത്. അപ്പം അതിനു മുമ്പേ അങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് 3 സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണല്ലോ. അപ്പം അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ സമയം എന്താണ് ഫീൽ ചെയ്തത്? എടാ, അത് നമുക്കിപ്പോ അങ്ങനെ എന്തുമാത്രം സന്തോഷിക്കുന്നു നമുക്കത് ഭയങ്കര പ്രഷ്യസ് ആണ്. ഞാൻ പറഞ്ഞത് ആ ഒരു മനസ്സിലായി, നമ്മുടെ ഒരു ജേർണി ഉണ്ടല്ലോ ഈ സിനിമ. ഉറപ്പായിട്ടും നമ്മളിപ്പോ പലോട്ടി ഷൂട്ട് കഴിഞ്ഞു, ഡബ് കഴിഞ്ഞു, പിന്നെ അതിന്റെ സെക്കൻഡ് ഷെഡ്യൂളിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അർജുനും ബാലുവും ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അവരുടെ ഷെഡ്യൂളും കഴിഞ്ഞു, ഡബിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് നീങ്ങുന്നില്ലായിരുന്നു. അപ്പൊ ഇത് റിലീസാവും, എപ്പോ റിലീസാവും, ഞാൻ ഇവളെ വിളിച്ചു ചോദിക്കും, ഇവളെ എന്നെ വിളിക്കും. അപ്പൊ സമാധാനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. അതൊന്നിട്ട് സമാധാനം കിട്ടാത്തപ്പോ ഞാൻ നേരെ ജിതിനെ വിളിക്കും. അപ്പൊ ജിതിന് ഹജ്ജി ചേച്ചി ഞാനും അതേ അവസ്ഥയിൽ നടക്കും, എല്ലാം സെറ്റാവും എന്ന് ജിതിനും പറയും. അപ്പം നമ്മൾ അങ്ങനെ നിന്നു. അതായത് നമുക്ക് ഇത് ഇറങ്ങുകയോ ചെയ്യും, നല്ലൊരു പ്രോജക്റ്റ് ആണ്, അപ്പൊ ഇറങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് സ്റ്റേറ്റ് അവാർഡ് പ്രതീക്ഷിക്കാണ്. നമ്മൾ ചുമ്മാ ഇങ്ങനെ വെച്ചാൽ നമ്മളെ പല്ലോട്ടി ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു സെൻസറിങ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇതിന് അവാർഡിന് വിളിക്കും എന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ നമ്മളെ പാടൊന്നും ഇല്ല, എന്നാലും സ്റ്റേറ്റ് അവാർഡ് ന്യൂസിൽ കാണാം എന്നും പറഞ്ഞ് ഇങ്ങനെ റിമോട്ടും പിടിച്ചിരിക്കുമ്പോഴാണ് ഡാവു മികച്ച ബാലൻ. അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ടും പിന്നെ നമ്മുടെ പടം എല്ലാവരും അറിഞ്ഞു എന്ന് പറയുന്നത് അത് എൻ്റെ സെക്കൻഡ് പ്രോജക്ട് ഇതായിരുന്നു. തിങ്കളാഴ്ച നിശ്ചയം ഫസ്റ്റ് പടമായിരുന്നു, രണ്ടാമത്തെ പടമാണ് പല്ലോട്ടി. അപ്പൊ തിങ്കളാഴ്ച നിശ്ചയത്തിനും സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇതിന് വരുന്നത്. അപ്പൊ ഞാൻ ജിതിനെ വിളിച്ചത്, കണ്ടാ എന്നെ വെച്ചതുകൊണ്ട് കഴിഞ്ഞ എന്റെ പടത്തിന് ഉണ്ടായിരുന്നു, എന്നെ വെച്ചതുകൊണ്ട് ഈ പടത്തിന് കേട്ട് അങ്ങനല്ല അങ്ങനെ പറയരുത്. പക്ഷെ അതൊരു ഭയങ്കര ഒരു മൊമെന്റ് തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയല്ലോ, അപ്പൊ പെട്ടെന്ന് തന്നെ ഇനി നമ്മുടെ പടം അത്യാവശ്യം റീച്ച് ആവും, ഇറങ്ങും. അവിടുന്ന് പിന്നെയും കുറച്ചൊരു 1 വർഷത്തോളം 1.5 വർഷത്തോളം പിന്നെയും ഒരു ജേണി ഉണ്ടായിരുന്നു, ഇറങ്ങും. പിന്നെ ഉണ്ടായിരുന്ന ഒരു സമാധാനം എന്ന് വെച്ചാൽ ലിജോ സാറിനെ പോലെയുള്ള ഒരാള് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ പടത്തിന് അതിനൊരു ഔട്ടിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കും. അപ്പം ഇനി എപ്പോഴിറങ്ങിയാലും പടം എന്തായാലും പ്രതീക്ഷിച്ച പോലെ വിജയിക്കുന്നുള്ള ഒരു ചെറിയ കോൺഫിഡൻസ് ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ സംഭവിച്ചു. അതുപോലെ ജിതിൻ രാജ് എന്ന് പറയുന്ന ഡയറക്ടർ എന്തുമാത്രം പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാവും. ആളുടെ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള ഇൻ്റർവ്യൂസ് കണ്ടാലും പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആൾ പങ്കെടുത്തിട്ടുള്ള പ്രസ് മീറ്റുകൾ കണ്ടാലും നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് വളരെയധികം ക്ലോസ് ആയി നിൽക്കുന്ന ഒരു സിനിമയാണ്. അത്രമാത്രം സ്ട്രഗിൾസ് ഇതിൻ്റെ പിറകിൽ പുള്ളി സ്ട്രഗിൾസും എഫേർട്ടുകളും പുള്ളി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. നമുക്കൊരു ക്യാരക്ടർ തന്നു, അത് നല്ലൊരു ക്യാരക്ടറാണ്, അപ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അത് ഡയറക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ സ്ലാങ് പിടിക്കുന്നതാവട്ടെ, ചെയ്യുന്നതാവട്ടെ എല്ലാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു സീൻ എടുക്കുമ്പോഴും ഇവരുടെ ഒരു ടീം വർക്ക് ഉണ്ട്, എല്ലാവരും ചേർന്നിട്ട് അവർ തമ്മിൽ സംസാരിച്ച് അപ്പോഴേക്കും നമുക്കറിയാം അവർ നന്നായിട്ട് അത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചെടുത്ത് മുന്നേ പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ. 4 പേര് ഒരു സിങ്ക് ആണ് ആക്ച്വലി. അതായത് ഡയറക്ടർ ആണെങ്കിലും DOP ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും അവർക്ക് 4 പേരുടെയും തീരുമാനം ഒന്നാണ്. അത് തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. ഞാനത് ഡയറക്ടർ ഇത് പറയുന്നു, അപ്പൊ DOP അങ്ങനെയല്ല അങ്ങനെ ഒരു പ്രശ്നം അവരുടെ ഇടയിലില്ല. ഇവര് ചർച്ച ചെയ്യുന്നു, ഇവർക്ക് 4 പേർക്കും കൂടി അവസാനം തീരുമാനം വരും. സജഷൻ 4 പേർക്കും 4 എണ്ണം ഉണ്ടാവും, പക്ഷെ തീരുമാനം വരുമ്പോഴേക്കും അതൊന്നായിരിക്കും.
അപ്പൊ അതാണ് ഈ അവര് പടത്തിന്റെ തമ്മിലൊരു ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അവർ തമ്മിലൊരു ഭയങ്കര ബോണ്ട് ഉണ്ട്. അത് തന്നെയാണ് ഈ സിനിമയിലും ഏറ്റവും വലിയൊരു അതെ അതിന്റെ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ ഈ സിനിമയിൽ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു, നമ്മൾ നല്ല ക്യാരക്ടർ ചെയ്തു, അപ്പോൾ നമുക്ക് ടെൻഷനായി വരുന്നില്ല. ഡബിങ് എല്ലാം കഴിഞ്ഞു, നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെ പടം വരുന്നില്ല, നമ്മൾ വിളിച്ച് ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് അവാർഡ് പറയുന്നത്. അവാർഡ് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലൈവായി, കുറച്ചുകൂടി പ്രതീക്ഷയായി. പിന്നെ സാജിദ് ഹായിയ പറയാണ്ടിരിക്കാൻ പറ്റിയ പ്രൊഡ്യൂസർ ഇങ്ങനത്തെ ഒരു പടം ഏറ്റെടുത്ത് ചെയ്തു, അത് ലിജു സാറ് ഏറ്റെടുത്തു. അതൊക്കെ ഒരു വലിയൊരു പോസിറ്റീവ് സാധനങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് എന്തായാലും നടക്കും, അത് നല്ലൊരു സംഭവം ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയല്ല ഞങ്ങളിരുന്നത്. അതുപോലെ തന്നെ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് അങ്ങനെ ജിതിൻ രാജ ഡയറക്ടറായിട്ട് അങ്ങനെ അധികം ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു കണക്ഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു 5-6 ദിവസത്തെ ഷൂട്ടേ നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുള്ളൂ. അപ്പം നമ്മൾ ഒരു ഡയറക്ടർ, ആസ് എ ഡയറക്ടർ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് ഈ പടം ഇങ്ങനെ ലാഗ് ആകുമ്പോഴാണ് ഞാനും ജിതിനും ഫോണിൽ വിളിക്കും, സംസാരിക്കും. അപ്പം നമുക്കിപ്പോൾ ജിതിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇത്രയും നാൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ടർക്ക് ഉണ്ടാവുന്ന ഒരു ട്രോമ അല്ലെങ്കിൽ മെന്റലി അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ആ ടൈമിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജിതിനെ വിളിക്കുമായിരുന്നു. അപ്പം ജിതിനും ജീഷ അങ്ങനെ ഇങ്ങനെ നമ്മൾ നല്ല ഫ്രണ്ട്സായി ആക്ച്വലി. പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച നിശ്ചയം കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതിൽ തന്നെ. അപ്പം അതല്ല, അത് നിങ്ങളൊരു ക്യാരക്ടർ ഇത് നിങ്ങളുടെ ഫേസിൽ ഉള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ അവൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ അവൻ ഒരുപാട് ഈ പ്രശ്നത്തിലാണ് ഇത് സംസാരിക്കുക. അപ്പൊ ഞാൻ തിരിച്ചവനോടും ശരിയാണ് എന്നൊക്കെ പറഞ്ഞ അതൊരു ഭയങ്കര ഒരു കണക്ഷൻ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അതായത് ഷൂട്ടിന് ശേഷമാണ് ആക്ച്വലി ജിതിനുമായിട്ട് അല്ലെങ്കിൽ ഡയറക്ടറുമായിട്ട് നമ്മൾ കുറച്ചുകൂടി സംസാരിക്കുന്നതും ഈ ഒരു ഇങ്ങനെയുള്ള ലാഗ് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും. പിന്നെ അവരുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ഒരു നന്മ, ആ ഒരു ഇന്നസെൻസ്, ഇപ്പൊ സാജിദിന്റെ ആണെങ്കിലും അതുപോലെ ഇവർ 4 പേരുടെയും, അവരെ 5 പേരുടെ സിനിമയാണ് ശരിക്കും. സാജിദിന്റെയും അതുപോലെ ജിതിൻ, നമ്മളെ DOP ഷാരോൺ, അതുപോലെ എഡിറ്റർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ, ഇവരുടെ 5 പേരുടെയും ഭയങ്കര വലിയൊരു എഫേർട്ടാണ് ആക്ച്വലി ഈ പല്ലോട്ടിക്ക് കിട്ടിയ സക്സസ്. തിങ്കളാഴ്ച നിശ്ചയം സിനിമയെ പറ്റി പറയുന്നതുകൊണ്ട് ഞാൻ എടുത്തു വയ്ക്കുകയാണ്. അപ്പം അതിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹോംലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ പല്ലോട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷെയ്ഡ്സ് വ്യത്യാസം ഉണ്ടെങ്കിലും പക്ക ഒരു ഹോംലി ക്യാരക്ടർ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നതിൽ പർട്ടിക്കുലർ ആയിരുന്നു, അതോ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു പോകുമല്ലോ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നോ? അല്ല, ടൈപ്പ് കാസ്റ്റ് ആയിരുന്നു. ഞാൻ സെലക്ട് ചെയ്യുന്നതല്ല, അവരെന്നെ സെലക്ട് ചെയ്യുന്നതല്ലേ. ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് ഒരു പടം ചൂസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അത്രത്തോളം അത് പ്രാക്ടിക്കൽ ആണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് വരുന്ന പടം നല്ലതാണെങ്കിൽ ആ ക്യാരക്ടറിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് 1-2 സീനേ ഉള്ളൂ അല്ലെങ്കിൽ 1-2 ഷോട്ടേ ഉള്ളൂവെങ്കിലും അത് നമ്മൾ രജിസ്റ്റർ ആവുന്നതാണെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ. അല്ലാണ്ട് ഇന്നതേ ചെയ്യുള്ളൂ ഇന്നത് ചെയ്യില്ല എന്നൊന്നുമില്ല. പിന്നെ വന്നതല്ല, അങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ് വേറൊരു സത്യം. ഉറപ്പായിട്ടും. അതായത് ഇപ്പോ ഈ മാസം റിലീസ് ഉണ്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ. അതെനിക്കപ്പം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ഉണ്ട്. അതിലൊരു ടീച്ചർ ക്യാരക്ടറാണ്. അപ്പം മാറി വരുന്നുണ്ട്. അത് ആദ്യം ആ സിനിമ എനിക്ക് തോന്നുന്നു അത് തിങ്കളാഴ്ച നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് വരുമ്പം പെട്ടെന്ന് അങ്ങനെ ഒരു ക്യാരക്ടർ ഇവർക്ക് കൊടുത്താൽ ഇവർ ചെയ്യും എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലായിരിക്കും അങ്ങനെ വന്നത്. അതിനുശേഷം വേറെ 2-3 സിനിമ ചെയ്തതൊക്കെ വേറെ വേറെ ക്യാരക്ടേഴ്സ് ആണ്. അതുകൊണ്ട് പിന്നെ ഇപ്പൊ പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു സിസ്റ്റർ ക്യാരക്ടറാണ്, ഹീറോയിന്റെ സിസ്റ്റർ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ വരുന്ന സ്ഥാനാർത്ഥി ശ്രീകുട്ടനിലാണെങ്കിൽ ടീച്ചറായിട്ടാണ്. അതുപോലെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ പെർഫോം ചെയ്യുന്ന സമയത്തെ ഇപ്പം ആർട്ടിസ്റ്റുകൾ നമ്മുടെ പെർഫോമൻസ് ഷോകളിലും അല്ലെങ്കിൽ മോണിറ്ററിൽ കാണുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതാണ് അഭിനയം എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്നെ കുറിച്ച് എനിക്ക് അല്ല, ഇഷ്ടപ്പെടാറുണ്ട് ചിലത്. പിന്നെ ഞാൻ എപ്പോഴും പോയി നോക്കാറില്ല. എനിക്ക് കുറച്ച് ഭയമുള്ളൊരു കൂട്ടത്തിലാണ്. കുറച്ച് പേടിയുണ്ട്. അതല്ല, നന്നായി ചെയ്യാൻ നോക്കും. നമുക്ക് അത്രയും സോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും സ്പേസ് കുറച്ച് അടുത്താണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കും. അപ്പൊ ഡയറക്ടറുടെ കയ്യിലാണല്ലോ. ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അവർക്ക് എന്താ വേണ്ടത് അവർ എടുത്തു വെക്കുന്നുണ്ടല്ലോ. ഇതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഭിനയിച്ചത് ഞാൻ വീണ്ടും കാണാറില്ല, ഭയങ്കര ഓക്കോർഡാണ്. പക്ഷെ അവർ ചെയ്തു വെക്കുന്ന പിന്നെ ഇപ്പൊ കാണത്തില്ല. അതല്ല, സ്ക്രീനിനടുത്ത് പോയിട്ട് അപ്പൊ പെട്ടെന്ന് അല്ലാണ്ട് കാണും. നമ്മള് വെയിറ്റ് ചെയ്യില്ലേ കാണാൻ വേണ്ടിട്ട്, അല്ലേ? ഒരു പടങ്ങൾ ഇറങ്ങാൻ വേണ്ടിട്ട് നമ്മള്. ഓക്കെ, ചേച്ചിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു മൊമെന്റ് തോന്നി? എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ ചെയ്തതൊന്നും തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല.
അത് കുറച്ചും കൂടി നന്നാക്കി ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അയ്യേ അങ്ങനെയല്ലായിരുന്നു ചെയ്യണ്ടേ, അങ്ങനെയാണ് എനിക്ക് തോന്നാറ്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറയാം എന്തൊരു ബോറല്ലേ ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ അങ്ങനൊന്നും തോന്നിയില്ലല്ലോ, അങ്ങനൊന്നും തോന്നിയില്ലല്ലോ എന്ന് പറയും. പക്ഷെ അത് നമ്മളെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസിന്റെ പ്രശ്നമാണ്, അതായിരിക്കാം. പക്ഷെ എനിക്കിപ്പോ പല്ലൊട്ടിയിലാണെങ്കിലും എനിക്ക് ചില പോർഷൻ അവിടെ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു, ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ അത് കൊള്ളാമായിരുന്നു, അങ്ങനെ കരഞ്ഞതൊക്കെ രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത് അവിടെ കുറച്ചും കൂടി ഒന്ന് നന്നാക്കാമായിരുന്നു. അത് ചിലപ്പോൾ നമുക്ക് ഓരോ വർക്ക് കഴിയുമ്പോൾ വരുന്നതിന്റെ പ്രശ്നമായിരിക്കും, അറിയില്ല എന്താണെന്ന് അറിയില്ല. എനിക്ക് എൻ്റെ കാണുമ്പോൾ എപ്പോഴും അങ്ങനെയാ തോന്നാറ്. അത് ചേച്ചിയുടെ ഹൃദയ വിശാലത കൊണ്ട് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ചെരുപ്പ് കൊണ്ടു കൊടുക്കുന്ന സീൻ തന്നെ ഞാൻ എടുത്തു പറയാം. അതിനകത്ത് നമ്മുടെ കണ്ണൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനം വേറെയാണ്, പക്ഷെ അമ്മയെ കൊണ്ട് പറ്റുന്ന ആ ചെരുപ്പാണ്. അപ്പം അവൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ അവനത് മേടിക്കുന്നു എന്നുള്ളൊരു സന്തോഷമുള്ളതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് അവൻ ആഗ്രഹിച്ച സാധനം കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമവും ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ഡയലോഗുകളില്ല, നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് മുഖം വെച്ചിട്ടാണ്. അത്തരത്തിൽ അത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തൊരു ആർട്ടിസ്റ്റ് തിയേറ്ററിൽ വന്നിട്ട് അത് വർക്കായില്ല എന്ന് പറയുമ്പോൾ വർക്കായില്ലെന്നല്ലടാ ഞാൻ പറഞ്ഞേ, അതായത് കാണുന്നവർക്ക് അത് വർക്കായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അപ്പൊ തോന്നുന്നു കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, കുറച്ചുകൂടി അവിടെ കുറച്ചും കൂടി നന്നാക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു, എനിക്കത് കുറച്ചും കൂടി ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതാണ് വർക്ക്. ഓക്കെ, പല്ലുട്ടി സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഇതിന്റെ മ്യൂസിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ശരി, പാട്ടുകളാണെങ്കിലും ശരി, അത് പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ ഭയങ്കര നല്ലൊരു മൊമെന്റ്സിലാണ്. ഓരോ പാട്ടുകൾ വരുമ്പോഴും നമുക്കത് ഇങ്ങനെ അരോചകമായിട്ട് തോന്നാത്ത രീതിയിൽ ആ സീൻസിനോട് നല്ല രീതിയിൽ ബ്ലെൻഡായി പോകുന്ന പാട്ടുകളാണ് ഇതിലുള്ളത്. അപ്പം പല്ലുട്ടി സൗണ്ട് ട്രാക്കിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ചേച്ചിക്ക് എന്താ പറയാറുള്ളത്? ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് മ്യൂസിക് ഡയറക്ടറാണ്, ഫിലിം ചെയ്തിട്ടുണ്ട്, ഫിലിം ഫീൽഡിലാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഈ പാട്ട് ആദ്യം ഇറങ്ങിയ പാട്ട് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് കണ്ടടോ ഇങ്ങനെയൊക്കെ ചെയ്തു പഠിക്കും അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അത്രയ്ക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഓഡിയോ ലോഞ്ചിന് ഇത് വന്നപ്പോൾ മണികണ്ഠനെ, ഹസ്ബൻഡും മണികണ്ഠനും ഫ്രണ്ട്സാണ്. അപ്പോൾ മണികണ്ഠനെ കണ്ടപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഡേ അടുത്ത വർക്കിൽ പാടാനൊരു ചാൻസ്. പക്ഷെ പുള്ളിക്കും ആസ് എ മ്യൂസിക് ഡയറക്ടർ ഹസ്ബൻഡിനും ആ പാട്ടുകൾ, നമ്മുടെ പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടം. എന്നുവെച്ചാൽ ഞാനും അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. വെച്ചാൽ വീട്ടിലൊരാൾ അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും നടക്കുന്ന കാര്യമായതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ പല്ലുട്ടി സിനിമ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സിനിമയ്ക്ക് എന്താണോ ആവശ്യം, അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഇമോഷൻസ് കിട്ടാൻ വേണ്ടി മണികണ്ഠൻ്റെ മ്യൂസിക് ഭയങ്കരമായിട്ട് അതിൽ വർക്കായിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. എന്നുവെച്ചാൽ നമ്മളത് പറയാനുള്ള ആളല്ല ആക്ച്വലി. അവൻ്റെ മ്യൂസിക്, മണികണ്ഠൻ്റെ മ്യൂസിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളതോ അങ്ങനെ ഒരു ലെവലല്ല നമ്മൾ. പക്ഷെ നമ്മുടെ ആസ് എ വ്യൂവർ അല്ലെങ്കിൽ ആസ് എ ലിസണർ നമ്മുടെ അഭിപ്രായം, സാധാരണ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ മണികണ്ഠൻ്റെ അടുത്ത് പറയുന്നത്. അടിപൊളിയായിരുന്നു മ്യൂസിക്കും. മണികണ്ഠൻ അയ്യപ്പനെ കുറിച്ച് എനിക്കും പറയാനുണ്ട്. ചേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യം ചെയ്യുന്നത് അഞ്ചക്കള്ള കോക്കാണ്. ആ ഫിലിമിൽ എന്താ വേണ്ടത് വെച്ചാൽ അത് കറക്റ്റായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് പിന്നെ പല്ലുട്ടിയാണ് ആദ്യം ചെയ്തത്. പക്ഷെ ആദ്യം ഇറങ്ങിയത് പഞ്ചക്കള്ള കോക്കാനായിരുന്നു. അതിലെ മ്യൂസിക്കും ബീജിയും എല്ലാവരും ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു. ഭയങ്കര നല്ല മൂവി ആയിരുന്നു. എല്ലാവരും മ്യൂസിക്കും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടൊരു പടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പല്ലുട്ടി വരുമ്പോൾ നമ്മൾ എന്താണ് അതിൽ ചെയ്തേക്കുന്നത് നമ്മളിങ്ങനെ ഓരോ പാട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ പുള്ളിയുടെ കഴിവിനെ കുറിച്ച് നമുക്ക് അറിയാം. പുള്ളി അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം ഇതിൻ്റെ സൗണ്ട് ട്രാക്കുകൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ടൈറ്റിൽ ക്രെഡിറ്റ്സ്, ഞാൻ മുമ്പത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ടൈറ്റിൽ ക്രെഡിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് നമ്മൾ ആ മൂഡിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ മ്യൂസിക്കാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അത് പല്ലുട്ടിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് മറ്റേതായിരുന്നു കുട്ടികളെ പാട്ട്, കുട്ടികള് നമ്മള് അത് വേറൊരു കാര്യമുണ്ട്. നമ്മള് കേട്ടതിനേക്കാളും തിയേറ്ററിൽ നിന്ന് ആ പാട്ട് കേൾക്കുമ്പോൾ കാണുമ്പോഴാണ് അതിന്റെ ഫീല് ശരിക്കും അറിയുന്നത്. പിള്ളേരിങ്ങനെ പാട്ടത്തിലൂടെ ഇങ്ങനെ ചാടി പോകുന്നൊക്കെ. ഞാനെപ്പോഴും വീട്ടിൽ നിന്ന് മറ്റേ അതിലെ ചില ലിറിക്സില്ലേ വാക്കെല്ലാം കൂട്ടുന്ന പുസ്തകത്താള് അതിങ്ങനെ പാടിക്കൊണ്ട് നടക്കും. ആക്ച്വലി എന്റെ മോൻ ഈ സിനിമ കാണണം എന്ന് പറഞ്ഞത് ഈ പാട്ട് കേട്ടാണ്. എനിക്ക് ആ സിനിമ, ആ പാട്ടുള്ള സിനിമയിൽ എനിക്കിത് കാണണം. അത് കുട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. എനിക്ക് ആ പാട്ടാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്, മോസ്റ്റ് ഫേവറേറ്റ്. ഓക്കെ. അതുപോലെ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തെ ഈ കഥ എൻറ്റയർലി നറേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്. അപ്പം ഏതെങ്കിലും ഒരു പോർഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു നൊസ്റ്റാൾജി അടിച്ചിട്ടുണ്ടോ, ഇതെൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമായിരുന്നല്ലോ എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും സീക്വൻസുകളോ ഷോട്ടുകളോ ഉണ്ടോ സിനിമയിൽ?
എനിക്കങ്ങനെ വെച്ചാൽ എൻ്റെ ആ ഒരു ഇതില് മറ്റേ നമ്മുടെ ചേട്ടൻ ദിനേശ് പ്രഭാകർ അവിടെ ഇരുന്നിട്ട് ഇവർക്ക് മാങ്ങ കൊടുക്കും ഇങ്ങനെ അത് ഒരച്ചിട്ട് നമ്മളെ നാട്ടിലത് മാങ്ങ ചെന എന്ന് പറയും. അതിന്റെ ആ ഒരു മാങ്ങ ചെന അതിങ്ങനെ ഉരച്ച് കളഞ്ഞ് കല്ലിൽ കുത്തി പൊട്ടിച്ച് അപ്പൊ തന്നെ അവിടെ തന്നെ കഴിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് അവർ മൈന്യൂട്ട് ആയിട്ടാണെങ്കിൽ പോലും അതൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ്. പ്രത്യേകിച്ചൊരു മൂവ്മെന്റ് ഒന്നും തോന്നില്ല. അതിലുള്ള ഒരുവിധം ഒരു 90% കാര്യങ്ങളും നമ്മുടെ കാലഘട്ടത്തിലുള്ള എല്ലാ കുട്ടികളും ചെയ്തതായിരിക്കും. ഇപ്പം മുതിർന്നു, ആ സമയത്ത് ഞങ്ങൾ കുട്ടികളായിരുന്നല്ലോ. അപ്പൊ ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള അവരെല്ലാരും ചെയ്ത സംഭവങ്ങളാണ് ഇതൊക്കെ. മുതിർന്നു എന്ന് പറയുമ്പോൾ 70s ആൾക്കാരുടെ അല്ല, ഞാൻ 90s ആൾക്കാരുടെ. അല്ല, ഞങ്ങളൊക്കെ 90s, അതായത് 80s ജനിച്ച് 90s സ്കൂളിംഗ് കഴിഞ്ഞ കുട്ടികൾ. ചേച്ചിക്ക് എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി. കാരണം ഇതുപോലെ 4th വരെ പാടത്തിലൂടെ നടന്നു പോയതും പിന്നെ ഈ അമ്മ ഈ ചീവി ഒരു സൈഡിൽ കിട്ടി സാധനം കുത്തി വെച്ച് തരില്ല, അതൊക്കെ എനിക്ക് മറ്റേ ലൂസ് ഡ്രസ് ഇവള് പറയുന്നുണ്ടല്ലോ ഉണ്ണിക്കുട്ടനോട്, നല്ലതാടാ, ഇതാ നല്ലത്. എന്റെ ചേച്ചിയുടെ ഡ്രസ്സ്, ഈ അനിയത്തിമാർക്ക് ഒരു പ്രശ്നമുണ്ട്. ചേച്ചിമാരുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സായിരിക്കും കൂടുതലും ഇടുക, നമുക്ക് പുതിയത് ഉണ്ടാവില്ല. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അവരുടേതായിരിക്കും, ബാഗ് ആണെങ്കിലും ചിലപ്പോ ബാഗൊക്കെ ചിലപ്പോൾ മേടിക്കും, പക്ഷെ ഡ്രസ്സ് എപ്പോഴും അവരുടേതായിരിക്കും. അപ്പൊ എനിക്കാണെങ്കിൽ തീരെ പറ്റൂല. അപ്പൊ എന്റെ ഇത് നല്ലതാ, നല്ല കറക്റ്റ് പാകാണ്, വലിയൊരു സ്കാം ആണെന്നൊക്കെ. അതുപോലെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പിള്ളേരുണ്ടല്ലോ, ജെൻസി വൈബിലുള്ള കുട്ടികള് മിസ് ചെയ്തു എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയൊക്കെ ഉണ്ടാവുമോ? അവര് നമ്മുടെ ചൈൽഡ്ഹുഡത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ മിസ് ചെയ്തിരിക്കുക. ഇപ്പം മൊബൈല് മാത്രം മതി. ഇപ്പൊ ഞാൻ എന്റെ മോനോട് പറയടാ അങ്ങനെയല്ല, കളിക്കടാ കളിക്ക. അപ്പൊ അവൻ പറയും എന്ത് കളിക്കാൻ, അമ്മ എന്തീ പറയുന്നത്? അപ്പം പല്ലോട്ടി കണ്ടതിനോട് കൂടിയിട്ട് അവൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചത്, ഓ അമ്മ പറഞ്ഞ ചൈൽഡ്ഹുഡ് ഇതാണല്ലേ. ആ ഒറ്റ സിനിമ, അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നതിനേക്കാൾ ഉപരി അവർക്ക് ഒറ്റ പ്രാവശ്യം ഈ സിനിമ കണ്ടപ്പോഴാണ് അവർക്ക് ഈ കാര്യങ്ങൾ ഓ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടിക്ക് അത് അവരുടെ കുറ്റമൊന്നുമല്ല, ജനറേഷൻ മാറുന്നതിന്റെ അല്ല, നമ്മുടെ സാഹചര്യം മാറുന്നു. ജനറേഷൻ അല്ല പ്രശ്നം, ആക്ച്വലി നമ്മുടെ സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജനറേഷനിലുള്ള ആൾക്കാർ മാറുന്നു എന്നുള്ളത്. അല്ലാണ്ട് ഇപ്പൊ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർക്കിപ്പോ സ്കൂളിൽ പോകണമെങ്കിൽ നമ്മൾ പാടത്തൂടെ നടന്നാൽ പോയെന്ന് പറഞ്ഞാൽ അവരോട് പറയാൻ പറ്റില്ല, കാരണം ഇപ്പം പാടമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു സാധനം അവരിങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ പാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ശരിയാണ്, ഇവിടെ പാടില്ല. അപ്പൊ അവരുടെ അല്ല ആക്ച്വലി പ്രശ്നം, നമ്മുടെ സാഹചര്യം മാറുന്നതനുസരിച്ച് ആൾക്കാർ മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവർക്ക് ആ കുറെ നന്മകള് ഇപ്പം ഞാൻ പറയുമ്പോ ഭയങ്കര സാഹിത്യപരമായി ഒഫീഷ്യൽ പരമായിട്ട് അപ്പൊ അവർക്ക് ആ പഴയ കാലത്തിൽ വരട്ടെ. അപ്പൊ നമ്മളൊക്കെ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു നന്മ അവർക്കിപ്പം കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അവര് രാവിലെ സ്കൂളിൽ പോകുന്നു, ബസ്സിൽ പോകുന്നു, അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ കൊണ്ടുവിടുന്നു, തിരിച്ചു വരുന്നു. നമ്മളൊക്കെ ഇപ്പൊ 10 മണിക്ക് സ്കൂള് സ്റ്റാർട്ട് ചെയ്യെങ്കിൽ ഒരു 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരിക്കും അല്ലേ? 8:30 ഇറങ്ങി ഒരാളെ വീട്ടിൽ പോയി അവരെയും കൂട്ടി അടുത്ത ആളെ വീട്ടിൽ പോയി അല്ലേ, എങ്ങനെയായിരിക്കും നമ്മൾ പോകുന്നുണ്ടായിരുന്നു. കാരണം തള്ള വൈബ് തന്ന വൈബ് എന്നൊക്കെ പറയുന്ന അവസ്ഥയൊക്കെ ഈ സിനിമ കണ്ടാൽ നമുക്ക് ഇതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്, ഇതാണ് നമ്മൾ പറയുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു അവർക്ക് കൺവേ ആവും. നമ്മൾ പറയുമ്പോ അവർക്ക് ക്രിഞ്ചായിട്ട് തോന്നുന്ന കാര്യങ്ങള് അവർക്ക് പല്ലോട്ടി കാണുമ്പോ കറക്റ്റ് ആയിട്ട് അവർക്ക് കൺവേ ആവും. ഓ ഇതാണല്ലേ, അല്ല നമ്മൾ പറഞ്ഞു വെച്ചത്, നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് പല്ലോട്ടി കണ്ട കറക്റ്റ് ആണ്. അവര് ക്രിഞ്ച് നമ്മൾ പറയാം, അവരുടെ ക്രിഞ്ചല്ലോ നമ്മുടെ യാഥാർത്ഥ്യങ്ങളായിരുന്നു. അതെ അതെ. അപ്പൊ അതുപോലെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ വിളിച്ചിരുന്ന ചേച്ചി പടം കണ്ടിട്ട്? പടം കണ്ടിട്ടില്ല, കഴിഞ്ഞൊരു ഇന്റർവ്യൂ കണ്ടിട്ട് ഞാൻ എന്റെ ഒരു പഴയ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിട്ട് അവള് പറഞ്ഞു നീ അതായത് അമ്മയുടെ കാര്യം പറഞ്ഞല്ലേ, അതെ പ്രതിഭ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവള് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തോ നാറ്റിച്ച് ഇപ്പോഴും നാറ്റിക്കണം. പിന്നെ അല്ലാണ്ട് ആൾക്കാരെ വിളിച്ചിട്ട് പടം കണ്ടു, നന്നായിട്ടുണ്ട്, നമുക്ക് ആ ഒരു നമ്മുടെ സ്കൂളിങ് ഓർമ്മ വന്നു, അങ്ങനെയല്ല. അല്ലാണ്ട് നമ്മുടെ അഭിനയത്തിനെ പറ്റി പറയാനല്ല വിളിച്ചവരാരും നമ്മുടെ ഒരു ആക്ടിങ് സ്കില്ലോ അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. പടം ഭയങ്കരമായിട്ട് നമ്മുടെ മെമ്മറീസ് ഭയങ്കരമായിട്ട് നമുക്കത് റീകണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിന് വലിയൊരു സന്തോഷമാണ്. ചേച്ചിയുടെ ഭാഗത്ത് എല്ലാവരും വിളിച്ചിരുന്നു. എന്നെ വലിയ എന്തല്ല, എന്നാലും കുറച്ച് അറിയുന്നവരൊക്കെ വിളിച്ചായിരുന്നു. പടം നന്നായിരുന്നു എന്ന് പറഞ്ഞു. ആ പടത്തിന്റെ അതേപോലെ ഓർമ്മകൾ ഭയങ്കരമായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു.
അവര് നമ്മൾ ജീവിച്ച സാഹചര്യങ്ങളായിരുന്നില്ലേ, ഇപ്പൊ ഈ കാണുന്നതൊക്കെ നമ്മൾ ജീവിച്ച സാഹചര്യങ്ങളായിരുന്നു. അത് ഒന്നുകൂടി ഇനിയില്ല, അപ്പൊ ഒന്നുകൂടി റൗണ്ട് അടിച്ച് വരാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ സിനിമയിൽ നിന്ന് മാറി ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മൾ ചെറുപ്പം മുതൽ എഡ്യൂക്കേറ്റ് ചെയ്ത് വരുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിന്റെ കാര്യങ്ങളും ഈ സിനിമയിൽ ചെറുതായിട്ടെങ്കിലും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പം അധ്യാപകർക്ക് കുട്ടികളോടൊരു അപ്രോച്ച്, കുട്ടികൾ 90s-ലുള്ള ആ ഒരു ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ അധ്യാപകരെ വളരെ പേടിയോടുകൂടി നോക്കിയിട്ടുള്ള, എൻ്റെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഇട്ടുണ്ട്. ഒബ്വിയസ്ലി നിങ്ങൾക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പം ഏത് തരത്തിലാണ് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളത് എപ്പോഴെങ്കിലും? അല്ല, ആ സമയത്ത് നമുക്ക് അധ്യാപകരെ പേടിയായിരുന്നു എന്നുള്ളതൊരു സത്യം തന്നെ. അവർ നമ്മളെ അടിക്കുമായിരുന്നു. ഇപ്പം കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നുള്ളൊരു നയം. പക്ഷെ അന്ന് നമ്മൾ തല്ല് വാങ്ങിക്കൂട്ടി വളർന്നത് കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്കത് നേരിടാന്നുള്ളൊരു ധൈര്യം ഉണ്ട് ആക്ച്വലി. നേരെ മറിച്ച് ഇന്നത്തെ കുട്ടികളെ ഒരു പ്രശ്നവും അവരുടെ തലയിലേക്ക് കയറ്റാത്തത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോൾ അവർ ഭയങ്കര ടെൻസ്ഡ് ആണ്. അതായത് 1 മാർക്ക് കുറഞ്ഞ 2 മാർക്ക്, നമ്മളൊക്കെ എത്രയോ സബ്ജക്റ്റിൽ തോറ്റിട്ടുണ്ട് ഇല്ലേ? നമുക്ക് അതൊന്നും വിഷയമല്ല എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ മോനൊക്കെ എന്ന് വെച്ചാല് ഒരു 2 മാർക്ക് ഭയങ്കര ടെൻഷനാണ് അവർക്ക് എല്ലാ കാര്യത്തിലും. അപ്പം എൻ്റെ മോന്റെ കാര്യം ഞാൻ അവനെ അതൊന്നും പ്രശ്നമല്ല, വിഷയമല്ല എന്നുള്ള രീതിയിലും മതി. പക്ഷെ അവന് കൂടെ പഠിക്കുന്ന കുറെ കുട്ടികൾക്ക് അവർക്ക് വീട്ടിൽ പറയാൻ ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങൾ, പാരന്റ്സിന്റെ അടുത്ത് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ടീച്ചേഴ്സിന്റെ അടുത്ത് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളൊക്കെ എനിക്കൊന്ന് തല്ല് കിട്ടി, എനിക്കൊക്കെ ഈ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന് കൊട്ടിനൊക്കെ സ്കെയില് വെച്ചിട്ട്, മരത്തിന്റെ സ്കെയിലാണ്. മുള്ളുണ്ടായിരുന്നു. അന്ന് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെ കൂടെ ഇരുത്തുക എന്ന് പറയുന്നതാണ് അന്ന്. അതൊരു ഭയങ്കര വലിയ ശിക്ഷയാണ്. അതായത് ഞാൻ മിക്കവാറും അവരുടെ കൂടെ ഇരിക്കുമായിരുന്നു. LP UP സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വെച്ചാൽ ഫുൾ ടൈം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവസാനം ടീച്ചർ എന്നെ നിർത്തും പേരെഴുതാൻ. കാരണം ഞാനാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ഞാൻ പേരെഴുതാൻ നിന്നാൽ പിന്നെ ആരും സംസാരിക്കില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു നമ്മുടെ സ്കൂളിൽ നിന്ന്. ഇപ്പോഴത്തെ കുട്ടി എനിക്ക് തോന്നുന്നു അവരെ തല്ലാത്തതാണ് അവരുടെ പ്രശ്നം തോന്നുന്നു. തല്ലിന്റെ കുറവല്ലടാ, അത് അവർക്ക് അങ്ങോട്ടൊന്ന് കൺവേ ചെയ്യാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, മോർ കുട്ടികളും അങ്ങനെയാണ് വളരുന്നത്. ഇപ്പൊ നമ്മള് ഒരു കുട്ടീനെ അടിച്ചാൽ തന്നെ ഇപ്പം ഈ പറയുന്ന ഞാനടക്കമുള്ള പാരന്റ്സ് സ്കൂളിൽ പോയി ചോദിക്കും എന്തിനാ എന്റെ മോനെ അടിച്ചത്. നമ്മുടെയൊക്കെ കാലത്ത് നമുക്ക് സ്കൂളിൽ നിന്ന് തല്ലിട്ട് അമ്മ എനിക്കിന്ന് സ്കൂളിൽ നിന്ന് തല്ല് കിട്ടി കിട്ടണം, എന്തിനാന്ന് പറഞ്ഞാൽ അമ്മേന്റെ കയ്യിൽ നിന്ന് നമുക്കായിരിക്കും കിട്ടുക. ടീച്ചർ ഒന്നും ഇല്ലാണ്ട് നിന്നെ തല്ലൂലല്ലോ, അപ്പൊ എന്തിനാ നീ തല്ല് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അമ്മേന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കായിരിക്കും കിട്ടുന്നത്. അത് നല്ലായിരുന്നു. അത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ വേണമെന്നാണ് എപ്പോഴും പറയണത്. അങ്ങനെയല്ല, ആ സമയത്ത് കുറച്ച് ഓവറും ആയിരുന്നു. ഇപ്പൊ നമുക്ക് ചില ടീച്ചേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട്, ചില ടീച്ചേഴ്സിന്റെ ഒക്കെ പേര് പറയുമ്പോ എനിക്കൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ. ചില ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, അവര് മാത്സ് ഒക്കെ തരും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ആ ടീച്ചർക്ക് പശു ഒക്കെ ഉണ്ട് കേട്ടോ വീട്ടില്. അപ്പൊ സ്കൂളിന്റെ തൊട്ടടുത്താ ടീച്ചറിന്റെ വീട്. അപ്പം നമുക്ക് ഈ പശുവിനെ കറക്കുന്ന ഒരു സമയമുണ്ട്, 11:30 മണി ആ സമയത്ത്. അപ്പൊ നമുക്ക് മാത്സ് ആ പീരീഡ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ആർക്കും കിട്ടാത്ത ചോദ്യമൊക്കെ തരും. 5ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഒരു ചോദ്യം, 2 or 3 ചോദ്യം ടീച്ചർ ക്ലാസ്സിൽ ബോർഡിൽ എഴുതിയിട്ട് ടീച്ചർ വീട്ടിൽ പോകും. അപ്പൊ ടീച്ചറിന്റെ പശുവിനെ കറക്കുന്ന പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞിട്ട് ടീച്ചർ അപ്പോഴേക്കും തീർന്നു. എന്നിട്ട് ടീച്ചർ പറഞ്ഞെന്ന് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത ടീച്ചർ സത്യമായിട്ടും എനിക്കുണ്ട്. അതിപ്പം എന്റെ കൂടെ പഠിച്ച 5ാറിലൊക്കെ പഠിച്ച് ആരെങ്കിലുമൊക്കെ ഇത് കാണുകയാണെങ്കിൽ അവർക്ക് കറക്റ്റ് ആ ടീച്ചറിന്റെ പേര് ഓർമ്മ. പക്ഷെ ഞാനിപ്പം പറയുന്നില്ല, എന്തിനാ വെറുതെ. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, അപ്പൊ അവിടെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ടീച്ചേഴ്സ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കണ്ണനെ പോലെ ഉണ്ണിയെ പോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ജീവിതത്തിലുള്ളത് എന്തുമാത്രം ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഒരു? തീർച്ചയായിട്ടും അത് അങ്ങനെയുള്ള ആൾക്കാരുള്ളത് ഹെൽപ്ഫുൾ തന്നെയാണ്. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല ആക്ച്വലി. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്, എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ എന്റെ ആഗ്രഹത്തിന് അനുസരിച്ച് നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡാണ്. അതിപ്പോ ആഫ്റ്റർ മാരേജ് ആണല്ലോ വരുന്നത്. അല്ലാണ്ട് ചെറുതിലെ അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ചേച്ചിക്കോ? എനിക്ക് ഒരാളുടെ പേരൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഒരാളെ പേര് പറഞ്ഞാൽ അയാളായിരിക്കും നമ്മളെ അവിടെ എത്തിക്കേണ്ടത്, മോട്ടിവേറ്റ്. അങ്ങനെയില്ല, ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ചിലപ്പം ഇടിയായിരിക്കും, തൊഴിയായിരിക്കും, വേദനയായിരിക്കും, പലതും ആയിരിക്കും. അപ്പൊ അതൊക്കെ ശരി, ഇനി അടുത്ത പ്രാവശ്യം അതൊന്ന് മാറാം എന്നുള്ള തോന്നലുകളായിരിക്കും ഒരു മോട്ടിവേഷൻ. ടീച്ചേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ 2 അവസ്ഥയാണ് അല്ലേ, അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഫാമിലി ഉണ്ട്. ഹസ്ബൻഡ് മോള് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും, ഹസ്ബൻഡ് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ശരിക്കും ആഫ്റ്റർ മാരേജ് ആണ് ഒരു പെണ്ണ് ശരിക്കും ഒരു ഫ്രീഡം
അല്ലെ? നമ്മൾക്ക് എന്റെ അനുഭവത്തിൽ നമുക്ക് എന്താ ആഗ്രഹം അതിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്നത് ആഫ്റ്റർ മാരേജ് ആണ്. ചേച്ചി അതുപോലെ ഈ സിനിമയുടെ അങ്ങനത്തെ പാർട്ട്ണറെ കിട്ടുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട്ണറിനെ കിട്ടുവാണ്. ഓക്കെ ചേച്ചി, അതുപോലെ ഇതിന്റെ പ്രിവ്യൂ കഴിഞ്ഞതിന് ശേഷം ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പുറത്തു വന്ന് ഭയങ്കര ഇമോഷണൽ ആകുന്നൊരു, എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ണന്റെ അമ്മൂമ്മയുടെ ക്യാരക്ടർ വളരെയധികം കണക്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ വന്ന് അവരുടെ കഥയായിട്ട് ഇത് ഏറ്റെടുത്ത് നിങ്ങളോട് വന്ന് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് ശരിക്കും? അല്ല, ഞാൻ എൻ്റെ അമ്മേനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാണിക്കാൻ. അപ്പോൾ ഈ കണ്ണൻ്റെ മറ്റേ ഓട്ട മത്സരത്തിൽ ട്രൗസർ ഊരി പോകുന്ന ഒരു സീൻ എൻ്റെ അമ്മക്ക് ഇരുന്ന് കരയായിരുന്നു. അത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വെച്ചാൽ അമ്മേൻ്റെ ചെറുപ്പകാലത്ത് അമ്മയ്ക്ക് സ്കൂളിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് 2 ഡ്രസ്സ് എങ്ങാണ്ടേ ഉള്ളൂ, അത് തിരിച്ചും മറിച്ചും ആദ്യത്തെ ദിവസം സെയിം അങ്ങനെ കേട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവർക്ക് ആ ഒരു ദാരിദ്ര്യം ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ അവസാനത്തെ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, പണ്ട് ചെരുപ്പ് മുറിച്ചിട്ട് ആകെ തന്ന ഏതാ, അതും കുറെ പേർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഇമോഷൻസ് നമുക്കും വർക്കായിട്ടുണ്ട്, അതുപോലെ കണ്ടവർക്കും വർക്കായിട്ടുണ്ട്. അപ്പൊ അവർ പറയുമ്പോൾ നമുക്ക് ശരിയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, കുട്ടികളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയെ പറ്റി ഈ സിനിമ ഭയങ്കര ഡീപ്പായിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും അവർക്കുള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസും ഭയം പേടി കാരണം അവരുടെ സ്കില്ലുകളൊന്നും പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. സയൻസ് എക്സിബിഷൻ്റെ സീൻ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, അപ്പം അങ്ങനെ കുട്ടികളുടെ ഒരു കോൺഫിഡൻസിനെ ബാധിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മളും ഒരു ആസ് എ പാരന്റ് എന്നുള്ള രീതിയിൽ എൻ്റെ മോനടുത്തും ഞാൻ ഇതാണ് പറയാറ്, നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ, നിന്റെ ഏരിയ എന്താണെന്ന് നിനക്ക് ഓക്കെ ആണെങ്കിൽ അത് ചെയ്യും. അല്ലാണ്ട് മാർക്ക്, എൻ്റെ മോനെ ഒരു പ്രാവശ്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് മാർക്കുണ്ട്, അമ്മ എനിക്കിന്ന് പുതിയ മാർക്ക് കിട്ടി. അപ്പൊ ഞാൻ എത്ര എന്താണത് പുതിയ മാർക്ക് എന്താണ്, 11.4. അപ്പൊ ഈ 4, 1/2, 3/4 അവൻ ഇതുവരെ കണ്ടിട്ടില്ല മാർക്കില്. അപ്പം ആക്ച്വലി 25 കിട്ടിയത്. അപ്പൊ അവനത് മാർക്ക് കുറഞ്ഞതോ ഒന്നുമല്ല അവന്റെ വിഷയം, ഈ 4 കിട്ടിയത് എന്തോ ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പൊ അത് നമ്മളടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത്. അപ്പൊ അവൻ പറയാം, എന്റെ ഫ്രണ്ട് പറയാം, അമ്മ ഇന്ന് നിന്റെ അമ്മ നിന്നെ കൊല്ലും, തല്ലി കൊല്ലും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് അപ്പൊ ആ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയി പറയാനുള്ള ഒരു കോൺഫിഡൻസ് ആ കുട്ടിക്കുണ്ട്. ഇവൻ ഇത് വിഷയമല്ല, മാർക്ക് കുറഞ്ഞതൊന്നും അവന് വിഷയമല്ല, പുതിയ മാർക്ക് കിട്ടി, അതിലാണ് അവന്റെ മൊത്തം ക്യൂരിയോസിറ്റി. 11.4. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു ഇത് നമ്മളെ വീട്ടിൽ നിന്ന് പാരന്റ് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളടുത്ത് വന്ന് പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കുട്ടികള് സ്കൂളിൽ നിന്ന് ഇപ്പൊ ടീച്ചേഴ്സും അവരും ട്രൈ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ പാരന്റ്സും കുറച്ചൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ പഴയ ഇപ്പം കണ്ണനും ഉണ്ണിക്കുട്ടനും ഉള്ള പോലെയുള്ള ഫ്രണ്ട് സർക്കിളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. ആക്ച്വലി അവർക്ക് അതിനുള്ള സ്പേസ് ഇല്ല. ഇവർക്ക് സ്കൂള്, അത് കഴിഞ്ഞ് മറ്റേ ക്ലാസ്, അത് കഴിഞ്ഞ് ട്യൂഷൻ, അത് കഴിഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഭയങ്കര ബിസി ലൈഫാണ്. ഇപ്പം പാരന്റ്സ് വലിയവരെക്കാളും ബിസി ലൈഫ് ആക്ച്വലി കുട്ടികൾക്കാണ്. അപ്പൊ അവർക്ക് അതിനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പൊ നമ്മള് പാരന്റ്സ് ആണ് ആക്ച്വലി ഇനി വരുന്ന ജനറേഷന് കോൺഫിഡൻസ് കൊടുക്കുക, അവർക്ക് എന്തും പറയാനുള്ളൊരു സ്പേസ്, അവർക്കൊരു സ്പേസ് നമ്മളെ ലൈഫിൽ. അതായത് ഞാൻ നിന്നെക്കാൾ മൂത്തതാണ്, ഞാൻ പറയുന്നതാണ് ശരി എന്നതിനുപരി അവർക്കും ലൈഫിൽ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ല, നമ്മൾ ഈ സിനിമയായാലും എല്ലാവരും ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവർക്കാണ് അത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുക. പല്ലുട്ടി സിനിമ അതിന്റെ സാഹചര്യങ്ങളും അതിന്റെ സ്കൂളും പോക്കും വരവും, പിന്നെ ദോശ തുറന്ന് കഴിക്കുന്നതും ചോറ്റുപാത്രം നമ്മൾ കഴിക്കുന്നതും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങള് ഗവൺമെന്റ് സ്കൂൾ പഠിച്ചവർക്ക് ഒരുപാട് കണക്ട് ആവാൻ പറ്റും. പിന്നെ അന്ന് പറഞ്ഞാല് ടീച്ചർ, സ്റ്റുഡന്റ്, അമ്മ, അതൊക്കെ വേറെ തലങ്ങളിലായിരുന്നു. ഇപ്പൊ എല്ലാം കുറച്ചുകൂടി ഫ്രണ്ട്ഷിപ്പ്, കുറച്ചും കൂടി ഈസി ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ, കുട്ടികൾ കുറച്ചുകൂടി സ്ട്രെസ് കുറയും. പക്ഷെ പഠിപ്പിന്റെ ഭാരം കൂടിയിട്ടുണ്ട്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഈ പേഴ്സൺസിന്റെ ഭാരങ്ങൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ളൊരു മാറ്റം നമ്മുടെ കുട്ടികളുടെ കോൺഫിഡൻസ് വളർത്തും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നത് 2 തരം വിദ്യാഭ്യാസം തന്നെയായിരുന്നു അല്ലെ, ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അന്ന് അച്ചടക്കം അതിനെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ഇന്നും ഉണ്ട്. നമ്മുടെ ഡിസിപ്ലിൻ കാര്യങ്ങള്, ഡ്രസ്സിങ് കോഡ്, അതിലെല്ലാം ഉണ്ട്.
പക്ഷെ അന്നും ബ്രില്യൻ്റ് ആയ കുട്ടികൾ എന്നും ബ്രില്യൻസിലേക്കും പഠിപ്പുള്ള കുട്ടികൾ എന്നും പഠിപ്പിലേക്കും അല്ലേ, അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ കുട്ടികൾക്കും അതിൻ്റെതായ ഇതുണ്ട് വെച്ചാൽ ആ കുട്ടികളെ മാറ്റിയെടുത്ത് ബാക്കിയുള്ള പണ്ടത്തെ കാലത്ത് പഠിക്കുന്ന കുട്ടികൾ കുറച്ചും പഠിക്കാത്ത കുട്ടികൾ കൂടുതലും. ഇന്നത്തെ കാലത്ത് പഠിക്കാത്ത കുട്ടികൾ വളരെ കുറവും പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് കൂടുതലും. അതാണ് ജനറേഷന്റെ ഒരു മാറ്റം, ടെക്നോളജിയുടെ മാറ്റം വലിയൊരു മാറ്റം തന്നെ. അല്ല, അന്നത്തെ കുട്ടികൾക്ക് എന്താവണം ചോദിച്ചാൽ എല്ലാവരും എന്തെങ്കിലും ടീച്ചറോ എന്തെങ്കിലും ഒരു കാര്യം. ഇപ്പത്തെ കുട്ടികൾക്ക് എന്താവണം ചോദിച്ചാൽ എന്താ നമ്മൾ അറിയാത്ത സംഭവങ്ങളൊക്കെ ആവണം എന്ന് പറഞ്ഞാൽ അത്രയും എൻക്വയറീസും കാര്യങ്ങളും കോഴ്സുകളും എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഇപ്പൊ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, അപ്പം ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്തൊക്കെയാണ് രണ്ടുപേരുടെ ഭാഗത്ത്? എനിക്ക് ഈ മാസം 22-ാം തീയതി സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞൊരു മൂവി റിലീസാണ്. സൈജു ചേട്ടൻ, അജു വർഗീസ്, പിന്നെ ഇതുപോലെയുള്ള 4-5 കുട്ടികളുടെ, അതും ആക്ച്വലി കുട്ടികളുടെ കഥ തന്നെയാണ് ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. പക്ഷെ അതില് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മള് പല്ലോട്ടിയിലാണെങ്കിൽ 80കളിലുള്ള പാവം പിടിച്ച കുട്ടികളാണെങ്കിൽ ഇതില് 2023 തലതെറിച്ച് 1.5 ഐറ്റങ്ങളുടെ കഥയാണ് പറയുന്നത്. അപ്പൊ ഇതും സ്കൂൾ കുട്ടികളുടെ തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, ഞാൻ ഈ പറഞ്ഞ ആ ഒരു ഡിഫറൻസ് ഇതിൽ കാണാൻ പറ്റും. 80s വേഴ്സസ് 23 എന്ന് പറയുന്ന കുട്ടികളാണ് ഇതില്. അതാണ് എന്റെ ചേച്ചിയുടെ. എന്റേത് 2 വർഷം മുന്നേ ഒരു ലേഡി ഡയറക്ടർ, ലേഡി മ്യൂസിക്, ലേഡി റോൾ, ഇത് മെയിൻ റോൾ ചെയ്യുന്ന അങ്ങനത്തെ ഒരു പടം ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇന്ന് റിലീസാവുന്നറിയില്ല, ഈ വർഷം ലാസ്റ്റിലേക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ മാജിക് ഫ്രെയിമിന്റെ ദിലീപേട്ടൻ മൂവിയാണ് ചെയ്തത്. അത് ചെറിയൊരു ക്യാരക്ടറാണ്, പക്ഷെ ഇവരുടെയൊക്കെ കൂടെ എനിക്കിഷ്ടമാണ്. അത്രയും വലിയ ആൾക്കാരുടെ കൂടെ വെച്ചാൽ അത്രയും സീനിയേഴ്സിന്റെ കൂടെയൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമല്ലേ. അപ്പോൾ അത് ഇഷ്ടം കൊണ്ട് അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രിൻസ് വിത്ത് ഫാമിലി നെക്സ്റ്റ്, അപ്പോൾ അതും റിലീസ് ചെയ്യാണ്. ഓക്കെ ചേച്ചി, അപ്പോൾ ഇത്ര നല്ലൊരു സിനിമ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതിൽ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്ത 2 വ്യക്തികൾ എന്ന നിലയ്ക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും എല്ലാവരും സിനിമ കാണുക. ഇപ്പോഴും തിയേറ്ററിലുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു സിനിമ ആയതുകൊണ്ട് ആദ്യം കുറച്ച് ആൾക്കാർ വരാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 4ാമത്തെ ആഴ്ചയായിട്ടും നല്ല രീതിയിൽ തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ള തിയേറ്റർ ലിസ്റ്റ് കുറവാണെങ്കിൽ ഉള്ള തിയേറ്ററിൽ തന്നെ കണ്ട് ഞങ്ങളുടെ സിനിമയെ, കുഞ്ഞു സിനിമയെ ഇത്രയും നാൾ കണ്ട് വലിയ സിനിമയാക്കി തന്നു. ഇനിയും കുറച്ചുകൂടി വലിയ സിനിമയാക്കി തരാം. താങ്ക് യു. നമ്മുടെ ഉള്ളിലെല്ലാം കുഞ്ഞു സിനിമ എന്ന് പറയും, പക്ഷെ ഇത് വലിയൊരു സിനിമയെ എല്ലാവരും ഏറ്റെടുത്തു. എല്ലാവരും നല്ല രീതിയിൽ കണ്ടു. എല്ലാവരെയും എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. എല്ലാവർക്കും നല്ല മെമ്മറീസും അങ്ങനെ വയലൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, കൊച്ചു സന്തോഷങ്ങൾ, കൊച്ചു ദുഃഖങ്ങൾ, അത്രയേ ഉള്ളൂ. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും പോയി കാണാൻ പറ്റും. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അടുത്തുള്ള തിയേറ്ററിൽ പോവുക. എല്ലാവരും പോയി കാണുക. പിള്ളേരെയും കൊണ്ട് പോവുക തന്നെ പറയുന്നത്. താങ്ക് യു. ഓക്കെ, അപ്പം ഫ്യൂച്ചർ പ്രോജക്ട്സ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ വരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു അരവിന്ദിന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.